ISROയുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണ ദൗത്യത്തിലൂടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹം ഏത്? NVS-2. 2025 ജനുവരി 29-നായിരുന്നു വിക്ഷേപണം. GSLV F-15 റോക്കറ്റാണ് ഗതിനിർണയ ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നതെവിടെ? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ പുലിക്കാട്ട് തടാകത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബർ 9-നാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലത്തെ പേര് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു. മുൻ ISRO ചെയർമാൻ സതീഷ് ധവാന്റെ സ്മരണാർത്ഥം 2002 സെപ്റ്റംബർ 5-ന് കേന്ദ്രത്തിന്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാക്കി. 2025-ലെ 38ാമത് ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡ്. 68 സ്വർണവും 26 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 121 മെഡലുമായി സർവീസസ് 1-ാം സ്ഥാനം നേടി. കേരളം 54 മെഡലുമായി 14-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിൽ പത്രദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 29. 1780 ജനുവരി 29-ന് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാഘോഷം നടത്തുന്നത്. ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ? അയർലൻഡ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 27-ന് പ്രാബല്യത്തിൽ വന്നു. 2025 ജനുവരി 28-ന് ഏത് ആണവശാസ്ത്രജ്ഞന്റെ ജന്മശതാബ്ദിയാണ് ആഘോഷിച്ചത്? ഡോക്ടർ രാജാ രാമണ്ണ. 1974-ൽ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി 2025 ഫെബ്രുവരിയിൽ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. 2025-ലെ ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമേത്? ഇന്ത്യ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻശു ശുക്ല. ഈ വർഷം നടക്കുന്ന ആക്സിയോം ദൗത്യം 4-ന്റെ പൈലറ്റായി ശുഭാൻശു തിരഞ്ഞെടുക്കപ്പെട്ടു. എത്രാമത് ജയ്പൂർ സാഹിത്യോത്സവമാണ് 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ ജയ്പൂരിൽ നടന്നത്? 18ാമത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാര്? സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ആകെ ബഹിരാകാശത്ത് നടന്നത്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ 100ാം വാർഷികം ആചരിച്ചതെന്ന്? 2025 മാർച്ച് 12-ന്. വൈക്കം സത്യാഗ്രഹ സമരത്തിന് ഊർജം പകരാനായിരുന്നു ഗാന്ധിജി 1925-ൽ കേരളത്തിൽ എത്തിയത്.